ഹായ് എവ്രി വൺ, വെരി വെരി ഹാപ്പി ഗുഡ് മോർണിംഗ്. സന്തോഷം കൊണ്ട് ഉറക്കം വരാത്തൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. എന്തായിരിക്കും എന്നറിയാലോ? ഇപ്പം സമയം 3:30 മണിയായി. എണീറ്റ ഉടനെ ഞാൻ ദേ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ചൊവ്വാഴ്ച ദിവസത്തെ വീഡിയോ ആണിത്. അപ്പം ഞാൻ പറയണ്ടല്ലോ, ഇന്ന് നമ്മുടെ ആറ്റുകാലമ്മയുടെ പൊങ്കാലയാണ്. ബാ നമുക്കേ എല്ലാവർക്കും ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കണ്ടേ? പോന്നു കേട്ടോ, ഉണ്ടാക്കാം. ഞാൻ എല്ലാ വർഷവും ദേവി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഇഡ്ഡലി മാവാണ് വാങ്ങാറ്. ഇതിവിടെ തൊട്ടടുത്ത ഒരു കടയിൽ പറയുമ്പോൾ അവർ തലേ ദിവസം വൈകിട്ട് എടുത്തു വെക്കും. ഞാൻ 10 കവർ മാവാണ് മേടിച്ചത് കേട്ടോ. എനിക്ക് മുന്നേയൊക്കെ എത്ര പാക്കറ്റ് മാവ് മേടിക്കണം, എത്ര ക്വാണ്ടിറ്റിയാണ് പരിപ്പ് സാമ്പാറിന് ഇടേണ്ടത്, എത്രത്തോളം പച്ചക്കറി വേണം എന്നൊന്നും അറിയില്ലായിരുന്നു. ഇതിപ്പോൾ 5ാമത്തെ വർഷമാണ് ഞാനിങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പാകം. കുഞ്ഞിലേ മുതൽ ഞാൻ കേട്ട് വളർന്നതും ഞാൻ കണ്ടു വളർന്നതൊക്കെ കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമല്ലോ. എൻ്റെ അമ്മയുടെ വീട് ആറ്റുകാല അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാണേ. അപ്പോൾ അവിടെ എൻ്റെ അമ്മാമ്മയും വല്യമാമനും ബാവുമാമനും അമ്മയൊക്കെ ഈ പൊങ്കാല സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പൊങ്കാല തിളച്ചു കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഇടവഴിയിലിരിക്കുന്ന എല്ലാവർക്കും ഫ്രൂട്ട് സലാഡോ നാരങ്ങ വെള്ളമോ പഴം ബ്രെഡ് ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നേലും ഞാനൊരു വീട് മേടിക്കുവാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ, ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഭഗവാനെ എനിക്കതിന് സാധിക്കണേ എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം താനെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അമ്മ എനിക്ക് ഉള്ളി പൊളിച്ച് തരിക, വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് തരിക മാത്രമാണ് ഉണ്ടായില്ല. ബാക്കിയെല്ലാം ഞാനാണ് ചെയ്തത് കേട്ടോ. കൂടാഞ്ഞിട്ട് വേറൊരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. രാവിലെ വന്ന് ഗേറ്റ് തുറന്നപ്പോൾ കണ്ട കാഴ്ച കാണണ്ടേ? ദേ അപ്പുറത്തെ വീട്ടിലെ പാർവതി എൻ്റെ ഫ്രണ്ട് എനിക്ക് കോല ഇട്ട് തന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അമ്മയോട് പോയി പറഞ്ഞു, അമ്മയെ ദേ പാർവതി കോല ഇട്ടേക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മ സന്തോഷം കൊണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുവാണ്. എൻ്റെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏട്ടനാണെങ്കിൽ രാവിലെ 3 തേങ്ങ തിരുമ്മി തന്നായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി. ഒരു 6:45 7 മണിയായപ്പോൾ എല്ലാം റെഡിയായി കേട്ടോ. അതിനുശേഷം എപ്പോഴും ഞാൻ ഈ ഒരു കലത്തിലാണ് സാമ്പാർ വെക്കുക. അപ്പോൾ ഇതാകുമ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് പാകമായിരിക്കും. 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള നെയ്ബേഴ്സിന്, ഞങ്ങളുടെ ഈ ഇടവഴിയിൽ മാത്രം ആണ് ഫുഡ് കൊടുത്തത്. ഇങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സ്മൈലിംഗ്.